ഹായ്. ഞാനിപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ന്യൂസ് പോർട്ടലിൽ എങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ഇടുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ആദ്യം ഞാൻ പറയാനായിട്ട് പോകുന്നത്. സോ ഞാൻ ആദ്യം ലോഗിൻ ചെയ്തു. നമ്മൾ ഇപ്പോൾ ഡാഷ്ബോർഡിലെത്തി. സോ നമുക്ക് വരേണ്ടത് ഈ പോസ്റ്റ് എന്ന് പറയുന്ന സെക്ഷനാണ്. നമ്മൾ നോർമൽ വെബ്സൈറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പേജ് എന്ന് പറയുന്ന സെക്ഷനിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് റീസെൻ്റ് ആയിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ കണ്ടിന്യൂസ് വരുമ്പോൾ നമ്മളത് ചെയ്യുന്നത് ഈ പോസ്റ്റ് എന്ന് പറയുന്ന സെക്ഷനാണ്. നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു പേജ് ബിൽഡർ എന്ന് പറയുന്നത് എലമെൻറ്റോർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓവറോൾ ഒരു ഐഡിയ ഞാൻ പറയാം. ഇത് ഗൂഗിൾ സൈറ്റ് കിറ്റ്. നമ്മുടെ വെബ്സൈറ്റിലോട്ടൊക്കെ ആളുകൾ വരുന്നുണ്ടോ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അങ്ങനെ കുറച്ച് അഡ്വാൻസ് ലെവൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇതൊക്കെ നമ്മളെ ഡിസൈനിൽ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടൂളുകളാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. സോ ഇതിലാണ് നമ്മൾ കൂടുതലും ന്യൂസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റൈലുകളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നത്. സോ നമ്മൾ പോസ്റ്റിൽ ചില സമയത്ത് നമ്മൾ ഇവിടുന്ന് ഓരോ സ്റ്റൈലുകളൊക്കെ നമ്മൾ എടുത്താണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ എടുക്കുമ്പോൾ സൈഡിലൊക്കെ കുറേ സ്റ്റൈലൊക്കെ വരുന്നത്, മുകളിലൂടെ ഇപ്പം ന്യൂസ് സ്ക്രോൾ ചെയ്ത് പോകുന്നത്, അതൊക്കെ നമുക്ക് ഇവിടുന്നാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത്. ഈ ഒരു ടൂൾ മുഖാന്തരമാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ നമ്മൾ നേരെ പോയിന്റിലേക്ക് വരാം. സോ പോസ്റ്റ് എന്ന് പറയുന്ന സെക്ഷനാണ്. നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന പോസ്റ്റുകളെല്ലാം കാണാൻ നമുക്ക് ഓൾ പോസ്റ്റ് എന്ന് പറയുന്ന സെക്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ചെയ്ത പോസ്റ്റ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. പെന്തക്കോസ്ത് സമൂഹ ആത്മീയതയുടെ പേരിൽ ആത്മാവ് നഷ്ടപ്പെട്ടോ, കേരള മുസ്ലിം ലീഗ് ഭരണത്തിലേക്ക് മുസ്ലിം ലീഗിന് ഹൈക്കമാൻഡ് വഴങ്ങുന്നു. സോ അങ്ങനെ പോസ്റ്റുകൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് മുകളിൽ വരുന്നു. ബാക്കിയൊക്കെ നമുക്ക് ഇങ്ങനെ താഴോട്ട് വരുന്നുണ്ട്. സോ നെക്സ്റ്റ് പേജിലേക്ക് പോകണമെങ്കിൽ ഇത് 3 പേജ് വരെ പോകുന്നുണ്ട്. സോ നെക്സ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോകും. അപ്പം ഇനി നമ്മൾ ഇപ്പോൾ ഉള്ള പോസ്റ്റുകളെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. പെട്ടെന്ന് എഡിറ്റ് ചെയ്യാനുള്ള ക്വിക്ക് എഡിറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും, വ്യൂ ചെയ്യാൻ പറ്റും. സോ ഞാൻ വ്യൂ ബട്ടൺ പ്രസ് ചെയ്യുവാണ്. ഞാനിവിടെ കമ്പ്യൂട്ടറിൽ ഞാൻ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ചെയ്യുകയാണ്, ബിക്കോസ് എനിക്കൊരു പുതിയ ടാബിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഞാൻ ഓപ്പൺ ആക്കുവാണ്. ഞാൻ ഓപ്പൺ ആക്കി. സോ ഇങ്ങനെയാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. പെന്തക്കോസ്ത് സമൂഹം ആത്മീയതയുടെ പേരിൽ ആത്മാവ് നഷ്ടപ്പെട്ടോ. ഓക്കെ, സോ ഈ ഒരു പോസ്റ്റിൽ ആക്ച്വലി നമ്മൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ നമ്മളിതിലൊരു ഫോട്ടോ വന്നിട്ടില്ല. പിന്നെ നമ്മളിവിടെ ടാഗ് യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ വാർത്തകൾ കൊടുക്കുന്ന സമയത്ത് ടാഗ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മളത് കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ നമുക്ക് കിട്ടും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ നമ്മളൊരു ഭാവനയെക്കുറിച്ചൊരു പോസ്റ്റ് ഇടുവാണെന്ന് വിചാരിക്കുക. നമ്മൾ ടാഗിൽ നമ്മൾ ഭാവന എന്നുള്ളത് ഇവിടെ നമ്മൾ പോസ്റ്റിൽ ഇടുന്ന സമയത്ത് ഇടുന്നതാണ്, ഞാൻ കാണിക്കാം. സോ അവിടെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭാവനയെക്കുറിച്ച് ഈ വെബ്സൈറ്റിൽ എപ്പോഴെങ്കിലും വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഒറ്റയടിക്ക് നമുക്കവിടെ കാണാൻ കഴിയും. ചിലപ്പോൾ അത് കഴിഞ്ഞ വർഷം ഇട്ട പോസ്റ്റ് ആയിരിക്കാം, കഴിഞ്ഞ മാസം ഇട്ട പോസ്റ്റ് ആയിരിക്കാം. സോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ടാഗിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് ഞാൻ അയച്ചു തന്നൊരു ഫയലിൽ പ്രത്യേകം ഞാനത് മെൻഷൻ ചെയ്തിരുന്നു. ഇറാഖ് യുദ്ധമാണെങ്കിൽ നമുക്കിവിടെ ഇറാനിന് എഴുതാം, കോമ ഇട്ടിട്ട് ഇറാഖ് കൊടുക്കാം, ഇസ്രായേൽ കൊടുക്കാം, അമേരിക്ക കൊടുക്കാം, അല്ലെങ്കിൽ യുദ്ധം. സോ ടാഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള വേർഡുകൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന കോമൺ ആയിട്ടുള്ള വേർഡുകൾ കൊടുക്കാം. സോ അപ്പം ഇറാൻ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുമ്പോഴും ആ ഇറാൻ്റെ ആ ഒരു വാർത്ത വരും. ഇസ്രായേലിനെ പറഞ്ഞുള്ള സെർച്ച് ചെയ്യുമ്പോൾ അതിൽ വരും. സോ അങ്ങനെ നമുക്ക് ടാഗ്സ് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ ഗൂഗിളിന് മനസ്സിലാക്കാനും ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. സോ ഇതിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ്. ഒരു ഫോട്ടോ ആഡ് ചെയ്യുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. സോ ഞാൻ അടുത്ത പോസ്റ്റിലേക്ക് വരാം. സോ ഞാൻ അടുത്ത പോസ്റ്റും കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഞാൻ എഡിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുവാണ്. സോ അത് ഓപ്പൺ ആയിട്ട് വരുവാണ്. സോ ഇവിടെ നമുക്കൊരു ഇമേജ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം ഭരണത്തിലേക്ക്, സോ ലീഗിന് മുമ്പിൽ ഹൈക്കമാൻഡ് വഴങ്ങുന്നു. അപ്പോൾ വാർത്ത കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്, നമ്പർ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ റൈറ്റ് സൈഡിലെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റ് ഫീച്ചേർഡ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. വളരെ സിമ്പിളാണ്. സോ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സെറ്റ് ഫീച്ചേർഡ് ഇമേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതേ പോസ്റ്റ് നമുക്കിവിടെ കാണാൻ കഴിയും. സോ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ജസ്റ്റ് ഇവിടെ ഒന്ന് സെറ്റ് ഫീച്ചേർഡ് എന്നുള്ള സംഭവം
കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോട്ടോ നമുക്ക് മുമ്പിൽ സ്ക്രീനിൽ വിസിബിൾ ആകും. സോ അതിനുവേണ്ടി മാത്രമുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ഓപ്ഷൻ. ചില സാഹചര്യങ്ങളിൽ നമുക്ക് അങ്ങനെ ഫോട്ടോ കാണിക്കേണ്ടാതെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അത് ഞാൻ പിന്നീട് പറയാം. സോ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ഓപ്ഷൻ മാത്രം നോക്കിയാൽ മതി. ഫോട്ടോയ്ക്കകത്ത് ഇനി വേറെ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. തൽക്കാലം നമ്മൾ ഇത്ര ഒരു കാര്യം ചെയ്താൽ തന്നെ ഈ പോസ്റ്റ് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. നമുക്കിനി ഒന്ന് നമ്മുടെ വെബ്സൈറ്റിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ ആ ഒരു പോസ്റ്റ് വരുന്നിടത്ത് കണ്ടോ, ഫോട്ടോ ഇവിടെ വന്നപ്പോൾ അതിന് ഫോട്ടോ വന്നിട്ടുണ്ട്. ഇവിടെ ആ പോസ്റ്റ് വന്നിട്ടുണ്ട്. സോ ആ പോസ്റ്റ് വരുന്നിടത്തൊക്കെ ആ ഒരു ഫോട്ടോ കേരള മുസ്ലിം ഭരണത്തിലേക്ക് എന്നുള്ള ആ ഒരു ടോപ്പിക്ക് വരുന്നിടത്തൊക്കെ ആ ഒരു കാര്യങ്ങൾ കയറി വരും. കണ്ടോ, അപ്പോൾ ഇവിടെ ഇമേജ് യൂസ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു വ്യൂവിൽ വരുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. സോ മാക്സിമം അതിലൊരു ഇമേജ് നമ്മൾ ആഡ് ചെയ്യുക. ബിക്കോസ് നമ്മുടെ ആളുകൾ വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ വാർത്തകൾ വായിക്കാൻ വരുമ്പോൾ ഒരു ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിക്ക് റേറ്റ് കൂടും, ആളുകൾ ക്ലിക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടും. നമ്മൾ യൂട്യൂബിലാണെങ്കിൽ നമ്മൾ തംബ്നെയിൽ ഇടാറുണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മളിവിടെയും ഫോട്ടോസ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. സോ എപ്പോഴും ഒരു ഫോട്ടോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിത് ഈ ഒരു ഇത് നമ്മൾ ക്ലോസ് ചെയ്യുവാണ്. ഇത് ക്ലോസ് ചെയ്യുവാണ്. സോ വേണേൽ 1-2 എഡിറ്റൂടെ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഫേബയുടെ മരണത്തെ പറ്റി കാണിക്കാം. ഓക്കെ, ഞാനത് എഡിറ്റ് ചെയ്തു. സോ ഇവിടെ ഇമേജ് ഉണ്ട്, പക്ഷെ നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുക, സെറ്റ് ഫീച്ചർ ഇമേജിൽ ഫേബയുടെ മരണത്തിൻ്റെ ഫോട്ടോ നമുക്കിവിടെ ഈ ഒരു സംഭവം ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഫോട്ടോയിൽ ആക്ച്വലി നമുക്ക് ഈ ഒരു പേര് നമുക്ക് ആക്ച്വലി കൊടുക്കാനായിട്ട് പറ്റുമായിരുന്നു, നമ്മളത് കൊടുത്തില്ലായിരുന്നു. സോ നമുക്കിവിടെ ഗൂഗിളിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കൊടുക്കാം. ഇതിനെപ്പറ്റി ഞാൻ അഡ്വാൻസ് ആയിട്ട് പിന്നെ ഞാൻ പറഞ്ഞുതരാം. സോ തൽക്കാലം ഞാൻ ജസ്റ്റ് ഞാൻ ഈ സമയത്ത് പോസ്റ്റ് സേവ് ചെയ്യുവാണ്. സോ ഇനി നമ്മൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ സോ ആ ഫേബയുടെ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നിടത്തൊക്കെ ആ ഫോട്ടോ വരും. കണ്ടോ, ഇവിടെ വന്നു. സോ താഴെ വന്നിട്ടുണ്ട്. സോ ഇവിടെയൊക്കെ ആ ഒരു വിവരം വരുന്നുണ്ട്. ഓക്കെ, സോ ഇത് എന്ത് ടൈപ്പ് ന്യൂസ് ആണെന്നുള്ളത് നമുക്ക് ഈ കാറ്റഗറിയിൽ ക്ലിക്ക് ആയി കൊടുക്കണം. സോ ഒന്നും കൊടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് വരാനാണ് നമ്മൾ ബിസിനസ് എന്നുള്ള ഒരു കാറ്റഗറി കൊടുത്തിരിക്കുന്നത്. സോ ഇത് എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആ ഒരു കാറ്റഗറി നമുക്കിവിടെ കൊടുക്കാം. സോ എനിക്കിത് പെട്ടെന്ന് ഇതിലൊരു ടോപ്പിക്കായിട്ട് പറയാനായിട്ട് കിട്ടുന്നില്ല. സോ ഞാൻ അതുകൊണ്ട് അവിടെ കൊടുക്കുന്നില്ല. സോ ഇതാണ് ടാഗ് എന്ന് പറഞ്ഞ സെക്ഷൻ. സോ ഇവിടെ നമുക്ക് ഫെബിയുടെ മരണം എന്ന് കൊടുക്കാം. പിന്നെ ഇത് കോട്ടയം മെഡിക്കൽ കോളേജ് അല്ലേ, സോ നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് എന്നുള്ളതൊരു സംഭവം കൂടെ നമുക്കിവിടെ കൊടുക്കാം. സോ നാളെ ആരെങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജ് എന്നുള്ളൊരു നമ്മുടെ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതവിടെ കാണിക്കാനായിട്ട് സാധിക്കും. കോട്ടയം മെഡിക്കൽ കോളേജ് ഞാൻ വേർഡ് എന്നുള്ളത് ടൈപ്പ് ചെയ്തെടുക്കാം. സോ കോളേജിൽ നിന്നിവിടെ ഞാൻ വൃത്തിയായിട്ടൊന്ന് സോ എൻ്റർ അടിക്കുന്നു. ഓക്കെ, വന്നിട്ടുണ്ട്. സോ എൻ്റർ അടിച്ചപ്പോൾ അതവിടെ വന്നിട്ടുണ്ട്. സോ ഈ കാറ്റഗറിയിൽ നമുക്ക് ന്യൂസ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒരെണ്ണം കൊടുക്കാം. സോ ന്യൂസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ ന്യൂസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഞാനിവിടെ ആഡ് ചെയ്യണം, പുതിയതായിട്ട് ആഡ് ചെയ്യുകയാണ്, അവിടെ ഇല്ലാത്തതുകൊണ്ട്. സോ ബിസിനസ് ഉള്ളതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു, ന്യൂസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് കൊടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. സോ ഇത് കാറ്റഗറി ന്യൂസ് എന്നുള്ളതിൽ അപ്ഡേറ്റ് ആവും. സോ ഏതാണ് കാറ്റഗറി എന്നുള്ളത് നമുക്ക് ഇവിടെ എക്സ്ട്രാ വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം.
ടിക്ക് കൊടുത്ത ശേഷം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ 2 കാറ്റഗറി ഉണ്ട്, രണ്ടിലും കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ഒരു ഫേബയുടെ ആ ഒരു പോസ്റ്റിൽ നമുക്ക് അവിടെ ഒരു ടാഗും കൂടെ നമുക്കവിടെ കാണാനായിട്ട് പറ്റും. സോ ഇവിടെ രണ്ടായിട്ട് ഒരേ ഫോട്ടോ തന്നെ 2 പ്രാവശ്യം വന്നതുകൊണ്ട് നമുക്ക് ഇതിൽ ഒരു ഫോട്ടോ നമുക്ക് റിമൂവ് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞത്, കോട്ടയം മെഡിക്കൽ കോളേജ് ടാഗ് കണ്ട 2 ടാഗ് ഇവിടെ വന്നു. സോ ഇപ്പോൾ ഇങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്നും ഒരു ഫോട്ടോ നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണം. സോ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കാം. ബിക്കോസ് ഇവിടെയും അവിടെയും ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ 2ആയിട്ട് വരുന്ന ഓരോ ഓപ്ഷൻ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. ഇപ്പോൾ 2 ഫോട്ടോ വരുന്ന ഒരു ഓപ്ഷൻ മാറിയിട്ടുണ്ട്. സോ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.